നമസ്കാരം. പി കെ ലേണക്സിൻ്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 2020 കേരള PSC വിവിധ പരീക്ഷകളിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് കഴിഞ്ഞ 12 എപ്പിസോഡുകളിലായി പരിശോധിച്ചു വരുന്നത്. ഇന്ന് നമ്മൾ 13ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ 2020 അമെൻമെൻറ്റുകൾ, അതായത് ഭേദഗതികളുമായി ബന്ധപ്പെട്ട് കേരള PSC ചോദിച്ച 10ഓളം ചോദ്യങ്ങളാണ് പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനർസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരവാണ്. LD ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ചോദിച്ച ചോദ്യമാണ് അല്ലേ? എല്ലാവർക്കും അറിയുന്ന ഉത്തരമാണ്. ഇപ്പോൾ അതിൽ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. 7ാം ഭരണഘടനാ ഭേദഗതി, അതായത് 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1956, 1956 7ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്തത്? സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ഉത്തരം 7ാം ഭരണഘടനാ ഭേദഗതിയാണെന്ന് കിട്ടി. നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചത് 7ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 7th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 1956. ഓക്കെ. അപ്പോൾ ഈ 1956 ഈ ഭേദഗതിയിലൂടെ എന്ത് മാറ്റമാണ് ഭരണഘടനയിൽ ഈ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ കാര്യത്തിൽ മാറ്റം വരുത്തിയതെന്ന് കൂടി നമ്മൾ പരിശോധിക്കാം. അതുവരെ അത് കാറ്റഗറൈസ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരുന്നത് ABCD എന്ന രീതിയിലായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന ABCD എന്നീ വിഭാഗങ്ങളിലുള്ള സംസ്ഥാനങ്ങളെ നിർത്തലാക്കി 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിച്ചു. ഈ Aയും Bയും Cയും ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്നുള്ളതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അതായത് ഗവർണർമാരുടെ പ്രവിശ്യകൾ, അതുപോലെ നിയമസഭകളുള്ള അല്ലെങ്കിൽ നിയമനിർമ്മാണ മണ്ഡലങ്ങളുള്ള നാട്ടുരാജ്യങ്ങൾ, അതില്ലാത്ത നാട്ടുരാജ്യങ്ങൾ, ഇങ്ങനെ കേന്ദ്രഭരണ പ്രദേശമാണ് ഡിയിൽ വരുന്നത്. ഇങ്ങനെ വിവിധ തരത്തിലാണ് അന്ന് കാറ്റഗറൈസ് ചെയ്തിരുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിലിങ്ങിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പം നമ്മളിപ്പോൾ തൽക്കാലം അറിഞ്ഞിരിക്കേണ്ടത് ABCD വിഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ, അല്ല നമ്മൾ 4 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്, ചതുർതല വർഗീകരണം, അത് മാറ്റിക്കൊണ്ടാണ് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും 1956 ഈ ഭേദഗതിയിലൂടെ വരുന്നത്. ഓക്കെ. ഇനി ഈ ഓപ്ഷൻസിലെ മറ്റ് ഭേദഗതികൾ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് നോക്കാം. 3ാം ഭരണഘടനാ ഭേദഗതി 1954, 3 തേർഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട്. ഇത് മറ്റൊന്നുമല്ല ഇതിൽ ചെയ്തത്. 7ാം പട്ടികയിലുണ്ടായിരുന്ന ലിസ്റ്റ് 3, അതായത് ലിസ്റ്റ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺകറൻറ്റ് ലിസ്റ്റാണ്. 7th ഷെഡ്യൂളിലെ ലിസ്റ്റ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺകറൻറ്റ് ലിസ്റ്റാണ്. മലയാളത്തിൽ സമവർത്തി ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും, യൂണിയനും സംസ്ഥാനങ്ങൾക്കും നിയമങ്ങൾ നിർമ്മിക്കുവാൻ കഴിയുന്ന വിഷയങ്ങളെ എണ്ണി പറഞ്ഞിട്ടുള്ള 7ാം പട്ടികയിലെ ലിസ്റ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ലിസ്റ്റ് 1 യൂണിയൻ ലിസ്റ്റ്, ലിസ്റ്റ് 2 സ്റ്റേറ്റ് ലിസ്റ്റ്, ലിസ്റ്റ് 3 കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ ഈ കൺകറൻറ്റ് ലിസ്റ്റിലെ 33ാമത്തെ എൻട്രി, അപ്പോൾ അതിൽ ആ വിഷയങ്ങൾ ഓരോരോ എൻട്രികളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, സബ്ജക്റ്റുകളെ, ആ വിഷയങ്ങളെ. അതിൽ 33ാമത്തെ എൻട്രിയെ വിപുലീകരിക്കുകയാണ് ചെയ്തത് ഈ 3ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. അതായത് പൊതു താല്പര്യമുള്ള ചില അവശ്യ സാധനങ്ങളുടെ, ഉദാഹരണത്തിന് ഭക്ഷ്യധാന്യങ്ങൾ, കന്നുകാലിത്തീറ്റ, അസംസ്കൃത പരുത്തി, ചണം, ഇവയുടെ ഉൽപ്പാദനം, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ ട്രേഡ്, ഇതിൻ്റെ വ്യാപാരം എന്നിവയിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ പാർലമെൻറ്റിന് അധികാരം നൽകി. ഈ 33 വിപുലീകരിക്കുകയാണ് ചെയ്തത്. ഓക്കെ. അതായത് 3ാം ഭരണഘടനാ ഭേദഗതിയെ സംബന്ധിച്ച് എന്താണ് അന്ന് ചെയ്തതെന്നുള്ളതാണ് നമ്മൾ ഓപ്ഷനിൽ മറ്റൊരു ഭരണഘടനാ ഭേദഗതിയാണ് 3ാം ഭരണഘടനാ ഭേദഗതി. അപ്പോൾ എന്താണെന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ഇനി 5ാം ഭരണഘടനാ ഭേദഗതിയിൽ എന്താ ചെയ്തത്? ഈ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 3 എന്ന് പറയുന്നത്. ഓക്കെ. ഈ സംസ്ഥാനങ്ങളുടെ വിസ്തൃതി കൂട്ടുക, വിസ്തൃതി കുറയ്ക്കുക, പേര് മാറ്റുക, ഒന്നിലധികം സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമോ കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയ സംസ്ഥാനം രൂപീകരിക്കുക, ഇത്തരത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 3 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ആർട്ടിക്കിൾ 3യുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്, ഈ സംസ്ഥാന പുനഃസംഘടന ഒക്കെ ചെയ്യാൻ പറ്റുന്നത്.
അങ്ങനെ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുന്നതിന് മുന്നേ ആയിട്ട് ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുടെ അഭിപ്രായം ആരായേണ്ടതുണ്ട്. അതിനായിട്ട് പ്രസിഡന്റ്, രാഷ്ട്രപതി, കാരണം ഇത്തരത്തിലുള്ള ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കണമെങ്കിൽ അതിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി വേണം. അങ്ങനെ രാഷ്ട്രപതി മുൻകൂർ അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് അതത് ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുടെ അഭിപ്രായം ആരായുന്നതിനായിട്ട് ബില്ല് എന്ത് ചെയ്യുന്നുണ്ട്, അതത് സംസ്ഥാനങ്ങൾക്ക് റെഫർ ചെയ്യുന്നുണ്ട്. ആ റെഫർ ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള അമെൻമെൻ്റാണ് ഈ 5ാം ഭരണഘടന ഭേദഗതി 1955. അതായത് സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സംസ്ഥാന നിയമസഭകൾക്ക് സമയപരിധി നിശ്ചയിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകി. അതായത് ഇന്ന സമയത്തിനുള്ളിൽ ആ റെഫറൻസിൽ തന്നെ രാഷ്ട്രപതി സമയം പറയും, പിന്നെ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തും കൊടുക്കും. അപ്പോൾ ആ സമയത്തിനുള്ളിൽ തന്നെ നിയമനിർമ്മാണ മണ്ഡലങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ അഭിപ്രായം അറിയിക്കേണ്ടതുണ്ട് എന്ന സമയപരിധി രാഷ്ട്രപതിക്ക് വയ്ക്കുവാനായിട്ട് അധികാരം നൽകുന്നതാണ് അമെൻമെൻറ്റ് 5th അമെൻമെൻറ്റ് ആക്ട് 1955 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, അതിർത്തി മാറ്റം, പേര് മാറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം വഹിക്കുന്ന ബില്ലുകൾ നിശ്ചയ സമയത്തിനുള്ളിൽ സംസ്ഥാനങ്ങൾ അഭിപ്രായം അറിയിക്കണമെന്ന് ഈ ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 3rd ആർട്ടിക്കിൾ, അതായത് 3ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം, ഭരണഘടനയുടെ അനുച്ഛേദം 3 പ്രകാരം രാഷ്ട്രപതി അത്തരത്തിലുള്ളൊരു ബില്ല്, സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി വേണം. രാഷ്ട്രപതി റെക്കമെൻഡ് ചെയ്താണ് അവതരിപ്പിക്കുന്നത്. ആ റെക്കമെൻഡേഷന് മുന്നോടിയായിട്ട് ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് ആ ബില്ല് റെഫർ ചെയ്തുകൊണ്ട് അവരുടെ റെഫറൻസിൽ തന്നെ എന്ത് ചെയ്യും, സമയപരിധിയും കൂടെ പറയും, ഇത്ര സമയത്തിനുള്ളിൽ എന്നുള്ളത്. വേണമെങ്കിൽ പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്തും കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയപരിധി കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതിയാണ് 5ാം ഭരണഘടനാ ഭേദഗതി 1955. അടുത്ത അതിൽ ഓപ്ഷൻ ഉള്ളതാണ് 9ാം ഭരണഘടനാ ഭേദഗതി. 9ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ബെറുബാറി കേസ് നമുക്കറിയാം. പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഇതാണ് ഈ ബെറുബാറി യൂണിയൻ കേസ് എന്ന് പറയുന്നത്. അതായത് പശ്ചിമ ബംഗാളിലെ ബെറുബാറി യൂണിയൻ എന്ന പ്രദേശം പാകിസ്ഥാന് കൈമാറുന്നതിന് വേണ്ടിയായിരുന്നു ഈ ഭേദഗതി എന്ന് പറയുന്നത്. അത് ഈ ബെറുബാറി യൂണിയൻ കേസിൽ സുപ്രീം കോടതി പറയുകയുണ്ടായി, ഇത്തരത്തിലുള്ള കൈമാറ്റം മറ്റൊരു രാജ്യവുമായി ഭൂമി കൈമാറ്റം അല്ലെങ്കിൽ പ്രദേശ കൈമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഭരണഘടനാ ഭേദഗതി തന്നെ വേണം. അത് സാധാരണ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമത്തിലൂടെ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ നടപ്പിലാക്കാൻ കഴിയുന്നതല്ല. അത് ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ, പാർലമെൻറ്റ് മാത്രമേ അതിന് അധികാരമുള്ളൂ എന്ന് ഈ കേസിലാണ് സുപ്രീം കോടതി അഭിപ്രായപ്പെടുന്നത്, ബെറുബാറി യൂണിയൻ കേസ്. അപ്പോൾ ഈ 1958 ഇൻഡോ പാക് കരാർ പ്രകാരം അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യൻ പ്രദേശം വിദേശ രാജ്യത്തിന് കൈമാറുന്നതിന് ഭരണഘടനാ ഭേദഗതി വേണമെന്ന് സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് ഇത് നടപ്പിലാക്കിയത്. ഓക്കെ, അപ്പോൾ ഇത് അതിർത്തി തർക്കങ്ങളാണ് 58 ഈ അമെൻമെൻറ്റ് സുപ്രീം കോടതി, കാരണം ബെറുബാറി യൂണിയൻ കേസ് എന്ന് പറയുന്നത് 1960 അതിൻ്റെ വിധി വരുന്നത്. 1960 ആ വിധിയിലാണ് കോടതി എന്ത് പറയുന്നത്, ഈ ഇങ്ങനൊരു ഭേദഗതി, ഭരണഘടന ഭേദഗതി തന്നെ വേണം. അതിർത്തി തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് പ്രദേശ കൈമാറ്റം ഉണ്ടെങ്കിൽ അത് ഒരു ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ അല്ലെങ്കിൽ പാർലമെൻറ്റ് നിയമത്തിലൂടെ ചെയ്യാൻ കഴിയുന്നതല്ല, അതിന് ഭരണഘടന ഭേദഗതി തന്നെ വേണം. ഓക്കെ, അങ്ങനെ 1960 ആ കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് നടത്തിയ അമെൻമെൻറ്റാണ് 9ാം ഭരണഘടനാ ഭേദഗതി. അപ്പോൾ ഈ 3 ഭേദഗതിയാണ് മറ്റ് ഓപ്ഷൻസ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Question number 2. The reasons for the 97th Constitutional Amendment Act of 2011. അതായത് ഈ 97ാം ഭരണഘടനാ ഭേദഗതി 2011 എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസുമായി, സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ്. അതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നേഷൻ അല്ലെങ്കിൽ ഭരണഘടന അംഗീകാരം നൽകുന്ന സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ രൂപീകരണവും അതിൻ്റെ മാനേജ്മെൻറ്റും ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭരണഘടന സാധുത നൽകുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷ ചോദിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് ശരി? ഓവർ ദ ഇയേഴ്സ് ദ കോപ്പറേറ്റീവ് സെക്ടർ ഹാസ് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു വേരിയസ് സെക്ടേഴ്സ് ഓഫ് നാഷണൽ എക്കണോമി. അതായത് നാഷണൽ എക്കണോമി, ദേശീയ സാമ്പത്തിക രംഗത്ത് വലിയൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ഈ ഒരു മേഖല, കോപ്പറേറ്റീവ് സെക്ടർ, സഹകരണ മേഖല നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് സഹകരണ മേഖല രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് ഒട്ടനവധി കോൺട്രിബ്യൂഷൻസാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് ഇത്തരത്തിലുള്ളൊരു അമെൻമെൻറ്റ്, ഭരണഘടന അംഗീകാരം അല്ലെങ്കിൽ ഭരണഘടന സാധുത കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് കൊടുക്കുന്നതിനൊരു കാരണമാണ്. അപ്പോൾ അത് ശരിയാണ്.
ഇറ്റ് ഹാസ് അച്ചീവ്ഡ് ലാർജ് ഗ്രോത്ത്. വലിയ ഗ്രോത്ത് തന്നെ കോപ്പറേറ്റീവ് സെക്ടറിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും ശരിയാണ്. ബട്ട് ഇറ്റ് ഹാസ് ഷോൺ വീക്ക്നെസ് ഇൻ സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ആൻഡ് ഫുൾഫിൽമെൻറ്റ് ഓഫ് ഒബ്ജക്ട്സ് ഫോർ വിച്ച് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ വെയർ ഓർഗനൈസഡ്. പക്ഷേ ഇത്തരത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിന് വേണ്ടി വളരെ വിപുലമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ടെങ്കിലും വലിയ ഗ്രോത്ത് ഈ സെക്ടറിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇതിലെ ഈ ബെനിഫിഷ്യറീസ് എന്നറിയപ്പെടുന്ന മെമ്പേഴ്സിന് അല്ലെങ്കിൽ ഇതിൻ്റെ കസ്റ്റമേഴ്സ് ഉപഭോക്താക്കൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത് ഒരു പരാജയമായി വരികയായിരുന്നു. മാത്രവുമല്ല ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ സ്ഥാപനങ്ങൾ എന്തിനു വേണ്ടിയാണോ രൂപീകരിച്ചത് അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നതിനായിട്ടും പരാജയപ്പെടുന്ന ഒരു അവസ്ഥാന്തരമായിരുന്നു ഉണ്ടായിരുന്നത്. അത് കാരണമാണ് അതിനൊരു ഭരണഘടന അംഗീകാരം നൽകിയത്. അപ്പോൾ അതും ശരിയാണ്. There have been incidents where elections have been postponed indefinitely. Nominated office bearers have remained in charge of this for a long time, resulting in a reduction in the accountability of cooperative sector to the members. അതായത് ഈ സഹകരണ സംഘങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ സമയാസമയങ്ങളിൽ നടക്കാതെ അല്ലെങ്കിൽ ക്രമമായി റെഗുലറായി നടക്കാതെയും അതിലെ അംഗങ്ങൾ സ്ഥാനമൊഴിഞ്ഞ് പോകാതെയും ഇതിൻ്റെ മെമ്പേഴ്സ്, അതായത് ഇതിൻ്റെ ഉപഭോക്താക്കൾക്ക്, കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ബെനിഫിഷ്യറീസിന് മായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റി, വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥാന്തരത്തിലേക്ക് ഈ കോപ്പറേറ്റീവ് സെക്ടർ പോവുകയായിരുന്നു. അപ്പോൾ അതും ഇതിന് കാരണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അതിന് 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻറ്റ് ആക്ട് കാരണമാണ്. ഓൾ ഓഫ് ദി എബോവ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. കീ ചേഞ്ചസ് മെയ്ഡ് ബൈ ദ 97th അമെൻഡ്മെൻറ്റ് ആഡഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു ആർട്ടിക്കിൾ 19(1)(c). 19(1)(c) എന്ന് പറയുന്ന ഒരു ഭരണഘടനയിലൊരു അനുച്ഛേദമുണ്ട്. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ വരുന്നതാണ്. അല്ലെ, അസോസിയേഷനും യൂണിയനും ഒക്കെ, സമാജങ്ങളും യൂണിയനും ഒക്കെ സ്ഥാപിക്കുവാൻ അല്ലെങ്കിൽ രൂപീകരിക്കാനുള്ള അവകാശം നൽകുന്നതാണ്. അതിന് കൂടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘങ്ങൾ എന്നും കൂടി ചേർക്കുകയുണ്ടായി 19(1)(c). അങ്ങനെ ചേർക്കുന്നതോടുകൂടി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് രൂപീകരിക്കുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായി, മേക്കിംഗ് ദ റൈറ്റ് ടു ഫോം ദം എ ഫണ്ടമെൻ്റൽ റൈറ്റ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആർട്ടിക്കിളാണ് 19(1)(c). സിയിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ വോർഡ് ആടുകയാണ് ചെയ്തത്. 19(1)(c) ഓൾറെഡി ഉള്ളതാണ്. യൂണിയനും അസോസിയേഷനും രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട മൗലിക അവകാശം 19(1)(c)യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ 97ാം ഭരണഘടന ഭേദഗതി 2011 പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന വേർഡും കൂടെ ചേർക്കുകയാണ് ഉണ്ടായത്. അത് പ്രകാരം ഇത് രൂപീകരിക്കുന്നത്, സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നത് ഒരു മൗലിക അവകാശമായി മാറുകയാണ് ഉണ്ടായത്. അതുപോലെ ഒരു DPSP 43B എന്ന് പറയുന്ന പുതിയൊരു DPSP, അത് പുതിയ DPSP ആണ്, പുതിയ ആർട്ടിക്കിളാണ്. 43B എന്ന് പറയുന്നത് പുതിയൊരു ആർട്ടിക്കിൾ തന്നെയാണ്. ആഡ് ചെയ്യുകയും പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വോളണ്ടറി ഫോർമേഷന്, അത് സ്വമേധയാ വോളണ്ടറി ആയിട്ട് ഇച്ഛയ ഫോം ചെയ്യുവാനും അതിൻ്റെ ഓട്ടോണമസ് ഫങ്ഷനിങ്, അതിൻ്റെ ഓട്ടോണമസ് ഫങ്ഷനിങ്, സ്വയംഭരണപരമായിട്ടുള്ള പ്രവർത്തനത്തിനും ഡെമോക്രാറ്റിക്കാണ് ജനാധിപത്യ നിയന്ത്രണത്തിനും അതിൻ്റെ പ്രൊഫഷണൽ മാനേജ്മെൻറ്റിനുമൊക്കെ ഉള്ള കാര്യങ്ങൾ പ്രാപ്തമാക്കുവാനായിട്ട് സ്റ്റേറ്റ് യത്നിക്കേണ്ടതാണ്. എൻടവർ, ദ സ്റ്റേറ്റ് ഷാൾ എൻടവർ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി രാഷ്ട്രം യത്നിക്കേണ്ടതാണ് എന്നുള്ള രീതിയിൽ ഒരു DPSP 43B പുതുതായിട്ട് ആഡ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ആഡഡ് പാർട്ട് 9B ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾ 243ZH2ZT. അതായത് പാർട്ട് 9 ഉണ്ട് പഞ്ചായത്തി രാജ്, പഞ്ചായത്തി രാജ്. പാർട്ട് 9A ഉണ്ട് മുനിസിപ്പാലിറ്റീസ്. പാർട്ട് 9B എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അതിനൊരു പ്രത്യേക പാർട്ട് ആഡ് ചെയ്തു. 9B എന്ന് പറയുന്ന ഭാഗം, ഭരണഘടനയിൽ ഒരു പുതിയ ഭാഗം ആഡ് ചെയ്തു. അതിനകത്ത് ആർട്ടിക്കിൾ 243ZH2, 243ZT ഇതുവരെയുള്ള അനുച്ഛേദങ്ങൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങളാണ്. അടുത്ത ചോദ്യം, വിച്ച് വൺ എമോങ് ദ ഫോളോയിങ് ഇസ് ആഡഡ് ടു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ത്രൂ ദ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് ഓഫ് 2002 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം 86ാം ഭരണഘടനാ ഭേദഗതി 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് 2002 എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട, വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ 86ാം ഭരണഘടനാ ഭേദഗതിയിൽ ഉണ്ടായ കാതലായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളുടെ ഭാഗമായ ഭാഗം 3-ൽ
പുതിയൊരു അനുച്ഛേദം ആഡ് ചെയ്തു. 21A എന്ന് പറയുന്ന ഒരു അനുച്ഛേദം ആഡ് ചെയ്തു. അതോടൊപ്പം തന്നെ DPSPയിൽ ഉണ്ടായിരുന്ന ഒരു ആർട്ടിക്കിളുണ്ട്, ആർട്ടിക്കിൾ 45. അതിൽ ഒരു മാറ്റം വരുത്തി. അതായത് 14 വയസ്സ് വരെ എന്നുള്ളത് കുറച്ചിട്ട് ഏർലി ചൈൽഡ്ഹുഡ് കെയർ എന്നുള്ള രീതിയിൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഏർലി ചൈൽഡ്ഹുഡ്, ശൈശവ ആരംഭത്തിലുള്ള സംരക്ഷണം, അതാണ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ എന്ന് പറയുന്നത്. അത് 6 വയസ്സ് വരെ ഉള്ളത് ആക്കി. നേരത്തെ 14 ആയിരുന്നു. അത് 6 to 14 ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കുള്ളത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ ഭാഗമാവുകയും അത് മൗലികാവകാശത്തിൽ വരികയും അതുപോലെ DPSPയിൽ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ 45 6 വയസ്സ് വരെ ആക്കുകയും ചെയ്തു. അതായത് 45 ഒരു മാറ്റമുണ്ടായി. ഓക്കെ, അതോടെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ പുതിയ 11ാമതൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആഡ് ചെയ്യുകയും ചെയ്തു, 51AK. അതായത് രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ അതായത് പേരൻസ് അല്ലെങ്കിൽ ഗാർഡിയൻ അല്ലേ, ഇവർ എന്ത് ചെയ്യേണ്ടതാണ്? ഈ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെക്ക് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം ലഭിക്കുന്നതിനായിട്ടുള്ള സാഹചര്യം ലഭ്യമാക്കേണ്ടതാണ്, അല്ലെ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടത് അവരുടെ ഡ്യൂട്ടിയാണ്. അത് എന്താണ്? ആർട്ടിക്കിൾ 51AK അല്ലേ. അപ്പോൾ 21 ആഡ് ചെയ്യപ്പെട്ടു, 45 ചേഞ്ച് ഉണ്ടായി, അതുപോലെ 51AK എന്ന് പറയുന്ന പുതിയൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി വരികയും ചെയ്തു. ഇപ്പോൾ ഇതാണ് ഭരണഘടനയിലെ കാതലായ മാറ്റങ്ങൾ. അപ്പോൾ നമുക്കിതിൽ ഓപ്ഷൻസ് പരിശോധിച്ച് നോക്കാം. Who is a parent or guardian to provide opportunity for child to education to his child, or as the case may be the ward between the age of 6 and 14 years. അല്ലേ, who is a parent or guardian to provide opportunities for education to his child, or as the case may be the ward, രക്ഷാബാലൻ അല്ലെങ്കിൽ കുട്ടി, ഗാർഡിയൻ ആണെങ്കിൽ വാർഡ്, പാരന്റ് ആണെങ്കിൽ ചൈൽഡ്. ഓക്കെ, വാർഡ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 and 14 years. ഇതാണ് ഞാൻ പറഞ്ഞത് എന്ത്, ആർട്ടിക്കിൾ 45 DPSP എന്ന് പറയുന്നത്. ടു ഡെവലപ്പ് ദ സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമാനിറ്റി ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ഇൻക്വയറി ആൻഡ് റിഫോം. ഇത് മറ്റൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്, മനസ്സിലായല്ലോ. ഓക്കെ, ഇത് മറ്റൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതല്ല. ഓക്കെ, ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്, അതും മറ്റൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്, അതുമല്ല. ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ടു അബ്ജർവ് വയലൻസ്, അതും മറ്റൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. അതായത് ഓപ്ഷൻ ബിയും സിയും ഡിയും ഒക്കെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്. പക്ഷേ ആ 3 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്തുമായി ബന്ധപ്പെട്ടതല്ല? ഈ ആർട്ടിക്കിൾ 21A കൂടെ മാറ്റമുണ്ടായ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ല, അത് 51AK ആണ്, മനസ്സിലായല്ലോ. ഈ ആദ്യം കിടക്കുന്ന ഓപ്ഷൻ എ എന്ന് പറയുന്നത് 45 എന്ന് പറയുന്ന അനുച്ഛേദം 45 എന്ന് പറയുന്ന DPSP ആണ്. ബിയും സിയും ഡിയും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്, പക്ഷെ അത് റൈറ്റ് ടു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അല്ല, ഇതുമായി യാതൊരു ബന്ധവും ഇല്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ. Okay. The 86th Amendment Act of 2002 is one of the most significant amendment regarding education in India. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 11th ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആർട്ടിക്കിൾ 51AK. 51AK എന്താണെന്നുള്ളത് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ വിത്ത് എ പാരന്റ് ഓർ ഗാർഡിയൻ ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ്, അവസരം നൽകുക, എഡ്യൂക്കേഷൻ ടു ഹിസ് ചൈൽഡ് ഓർ ആസ് ദ കേസ് മേ ബി വാർഡ്. ഇപ്പോൾ പാരന്റ് ആണെങ്കിൽ ചൈൽഡ്, ഗാർഡിയൻ ആണെങ്കിൽ വാർഡ്. രക്ഷാബാലൻ എന്നാണ് വാർഡിൻ്റെ മലയാളം. വാർഡ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 and 14 years, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. അത് 51AK ആയിട്ട് ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. ഓക്കെ, 86th കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 21A ഫണ്ടമെൻ്റൽ റൈറ്റിൽ 21A ആഡ് ചെയ്തു. സബ്ജക്ട് മാറ്റർ ആർട്ടിക്കിൾ അതുപോലെ ആർട്ടിക്കിൾ 45 മാറ്റം വരുത്തി, DPSPയിൽ മാറ്റം വരുത്തി. അപ്പോൾ ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നതാണ് ദ സ്റ്റേറ്റ് ഷാൾ പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൽസറി, സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസവും അല്ലേ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകണം. അതാണ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 45 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് സ്റ്റേറ്റ് ഷാൾ എൻഡവർ ടു പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, ശൈശവ ആരംഭത്തിലുള്ള സംരക്ഷണവും വിദ്യാഭ്യാസവും ആർക്ക് നൽകണം? അല്ലേ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. നേരത്തെ ഇവിടെ 14 വരെ ഉണ്ടായിരുന്നു. ആ 6 മുതൽ 14 വരെ എടുത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ 6 വരെ ഉള്ളൂ, മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് ഈ 86ാം ഭരണഘടന ഭേദഗതിയിലുണ്ടായ മാറ്റങ്ങൾ. ഇപ്പോൾ 21 ആഡ് ചെയ്തു, 51AK ഇത് ഫണ്ടമെൻ്റൽ റൈറ്റാണ്. 51AK എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തു. 11ാമത്തെ 11th ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തു. 45 എന്ന് പറയുന്ന DPSP ചേഞ്ച് ചെയ്തു. ഇത്രയും മാറ്റങ്ങളാണ് 86ാം ഭരണഘടന ഭേദഗതി പ്രകാരം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഈസ് ഡൺ ടു പാസ് എ GST ബിൽ? അപ്പോൾ ഈ ചോദ്യത്തിലൊരു പിശകുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് KS ഓഫീസർക്ക് ചോദിച്ചതാണ്.
അതായത് ഈ ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപ്പോസ്ഡ് ലെജിസ്ലേഷൻ ആണ്, നിർദ്ദിഷ്ട നിയമനിർമ്മാണം അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്, ഒരു ലെജിസ്ലേഷൻ്റെ ഡ്രാഫ്റ്റ്, ഒരു കരട് നിയമത്തെയാണ് നമ്മൾ ബില്ലെന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏത് അമെൻമെൻറ്റിലൂടെയാണ് GST ബില്ല് പാസ്സാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ആൻസർ പറയേണ്ടത് 101 ഭരണഘടനാ ഭേദഗതിയാണ്, ബിൽ നമ്പർ അല്ല. ബില്ലാണെങ്കിൽ 122 അല്ലെങ്കിൽ 122 ബില്ലായിരുന്നു. 122 എല്ലാ ബില്ലും പാസ്സാക്കണമെന്നില്ലല്ലോ. ബില്ലെന്ന് പറഞ്ഞാൽ പ്രപ്പോസ്ഡ് ലെജിസ്ലേഷൻ, നിർദ്ദിഷ്ട നിയമനിർമ്മാണം അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്, കരട് നിയമത്തെയാണ് നമ്മൾ ബില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ബില്ല് പാസ്സാകാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ എണ്ണം കൂടുതൽ മുന്നിൽ നിൽക്കും. 122 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലായിരുന്നു, പക്ഷേ അത് അമെൻമെൻറ്റ് ആക്ട് എന്ന് കഴിഞ്ഞാൽ 101. അപ്പോൾ ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെയാണ് ഈ ബില്ല് ഈസ് ഡൺ ടു പാസ് ദ ബിൽ, GST ബിൽ. അപ്പോൾ ഇതിനെ നമുക്ക് പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം, മനസ്സിലായല്ലോ. പക്ഷേ അതുകൊണ്ട് തന്നെ 101 കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇതിൽ നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. പക്ഷേ ചോദ്യം നമ്മൾ കൃത്യമായിട്ട് വ്യാഖ്യാനിച്ച് കഴിഞ്ഞാൽ ആൻസർ 101 വരുള്ളൂ. പക്ഷേ PSC കൊടുത്തിരിക്കുന്ന 122. പക്ഷേ അവർ ബില്ലാണ് കണക്കാക്കിയിരിക്കുന്നത്. PSC 122 ബില്ല് കണക്കാക്കി 122 കൊടുത്തിരിക്കുന്നത്. ആക്ട് ആണെങ്കിൽ 101. പക്ഷേ നമ്മൾ ആൻസർ A കൊടുത്തിരിക്കുകയാണ്. C ആസ് പെർ PSC C ആണെന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, കാരണം നമ്മൾ ആക്റ്റാണ് എടുത്തിരിക്കുന്നത്, ഒരു ബില്ലാണ് എടുത്തിരിക്കുന്നത്. ദ 101 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 2016 2016 101 ഭരണഘടന ഭേദഗതി പ്രകാരമാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്ന ചരക്ക് സേവന നികുതി എന്ന് പറയുന്ന ഒരു പുതിയ നികുതി സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാക്കിയത്. ഓക്കെ, ഇറ്റ് റിസീവ്ഡ് ദ പ്രസിഡൻസ് അസെന്റ് ഓൺ September 8, 2016 ആൻഡ് GST came into effect on July 1, 2017. September 8 അല്ലേ ഈ ബില്ല് 122 ഭരണഘടനാ ഭേദഗതി ബില്ല് ഈ പാർലമെൻറ്റ് ഇരുസഭകളും പാസ്സാക്കുകയും 2016 സെപ്റ്റംബർ മാസം 8 രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കുകയും അങ്ങനെ 2017 ജൂലൈ 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് GST നിലവിൽ വന്നത്. 122 അമെൻമെൻറ്റ് ബില്ലാണ്. വെൻ ദ GST പ്രപ്പോസൽ വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ദ പാർലമെൻറ്റ് ഇറ്റ് വാസ് 122nd അല്ലേ 122ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലാണ്. ഓക്കെ, എ ബിൽ ഈസ് എ പ്രപ്പോസൽ വൈൽ ആൻ ആക്ട് ഈസ് എ ലോ ദാറ്റ് ഹാസ് ബീൻ പാസ്ഡ് ആൻഡ് സൈൻഡ്. ബില്ലെന്ന് പറയുന്നത് ഒരു നിർദ്ദിഷ്ട നിയമനിർമ്മാണം മാത്രമാണ്, അതൊരു പ്രപ്പോസൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റ് മാത്രമാണ്. ഓക്കെ, ആക്റ്റോ അല്ലെങ്കിൽ ലോ ആയി മാറുന്നത് അത് പാസ്സാകുമ്പോഴാണ് അത് ആക്റ്റായി മാറുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം. 122 ഭരണഘടന ഭേദഗതി ബില്ലും 101 ഭരണഘടന ഭേദഗതി നിയമവുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ GSTയുമായി ബന്ധപ്പെട്ടാണ്. ഓഫ്സെറ്റ് മെഷീൻ ഓപ്പറേറ്റർ റീഡർ കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് ചോദിച്ച ചോദ്യമാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വിച്ച് ഇൻട്രൊഡ്യൂസ്ഡ് GST. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഏതാണ് വിച്ച് ഇൻട്രൊഡ്യൂസ്ഡ് GST ഏതാണ്? 101. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് 101 അല്ലേ. അപ്പോൾ ഇതിൽ മറ്റ് ഓപ്ഷൻസ് നോക്കാം. 100ാം ഭരണഘടന ഭേദഗതി റാറ്റിഫൈഡ് ദ ലാൻഡ് ബൗണ്ടറി എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് ഇൻവോൾവിംഗ് എക്സ്റ്റെൻഡ് ഓഫ് 162 ടെറിട്ടോറിയൽ എൻക്ലേവ്സ് ടു സ്ട്രീം ലൈൻ ദ ഇൻ്റർനാഷണൽ ബോർഡർ. അതായത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട ഭരണഘടന ഭേദഗതിയാണ് 100. 101 GST. 102 എന്ന് പറയുന്നത് ഗ്രാൻഡഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു ദ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് 338B. അതായത് ആർട്ടിക്കിൾ 338B പ്രകാരമുള്ള നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 338 പിന്നെ 342A ഈ 2 ആർട്ടിക്കിൾ ഇൻസേർട്ട് ചെയ്യാനുണ്ടായത്. ഓക്കെ, 338B പ്രകാരം നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ആ ഒരു ആർട്ടിക്കിളും 342A എന്ന് പറയുന്ന മറ്റൊരു ആർട്ടിക്കിൾ കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഈ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിന് ഭരണഘടന അംഗീകാരം നൽകുകയാണ് ചെയ്തത്. അങ്ങനെ അത് ഭരണഘടന സ്ഥാപനമായി മാറ്റുന്ന ഭരണഘടന അനുച്ഛേദമാണ് 102. ഓക്കെ, 103 എന്ന് പറയുന്നത് നമുക്കറിയാം ഈ EWS ഇൻട്രൊഡ്യൂസ് ചെയ്ത് അല്ലേ, 10% റിസർവേഷൻ ഇൻ ജോബ്സ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ. EWSന് എന്താണ് 10% റിസർവേഷൻ സംവരണം ഏർപ്പെടുത്തിയ ഭരണഘടന ഭേദഗതിയാണ് 103. അങ്ങനെ 15, 6, 16, 6 ഉള്ള ആർട്ടിക്കിൾസ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. 15ലും 16ലും അത് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ക്ലോസ് 15 ക്ലോസ് 6 ആഡ് ചെയ്തു, അതേപോലെ 16 ക്ലോസ് 6 ആഡ് ചെയ്തു. മനസ്സിലായല്ലോ, പുതിയൊരു ക്ലോസ് ഈ 2 ആർട്ടിക്കിളിലും ആഡ് ചെയ്തുകൊണ്ടാണ് ഈ റിസർവേഷൻ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. അത് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6, ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പദവി നൽകുന്ന ഭരണഘടന ഭേദഗതി ഏതാണ്? നിങ്ങൾക്ക് അറിയാവുന്ന ഭരണഘടന ഭേദഗതിയാണല്ലേ. ഏതാണ് ഉത്തരം?
65-ാം ഭരണഘടന ഭേദഗതി ആണോ 69-ാം ഭരണഘടന ഭേദഗതി ആണോ എന്നുള്ളതാണ് നമ്മുടെ ഡൗട്ട്. 69th. ഓക്കെ, അപ്പോൾ 69-ാം ഭരണഘടന ഭേദഗതിയാണ്. അപ്പോൾ 65-ാം ഭേദഗതി എന്താണെന്ന് നോക്കാം. പട്ടികജാതിക്കാർക്കും പട്ടിക വിഭാഗക്കാർക്കുമായി ഒരു മൾട്ടി മെമ്പർ ദേശീയ കമ്മീഷൻ നിലവിൽ വന്നു. അതായത് 1990-ൽ SC ആൻഡ് ST ഈ രണ്ടിനും ദേശീയ പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ, ഒരു ബഹു അംഗ കമ്മീഷൻ 1990-ൽ നിലവിൽ വരികയും അതിന് എന്താണ് 65-ാം ഭരണഘടന ഭേദഗതി പ്രകാരം 90-ലല്ല നിലവിൽ വരുന്നത്. ഈ 90-ലെ 65-ാം ഭേദഗതി പ്രകാരം 92-ലാണ് നിലവിൽ വരുന്നത്. മനസ്സിലായല്ലോ, ഈ കമ്മീഷൻ നിലവിൽ വരുന്നത് 92-ലാണ്. 90-ലെ ഈ 65-ാം ഭേദഗതി പ്രകാരമാണ് ഇങ്ങനൊരു കമ്മീഷൻ ഭരണഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഭരണഘടനാ സ്ഥാപനമായി മാറുന്നത്. അതായത് ദേശീയ പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ ആർട്ടിക്കിൾ 338 പ്രകാരമുള്ള ആ കമ്മീഷന് ഭരണഘടന അംഗീകാരം നൽകുന്ന ആ ഭരണഘടന ഭേദഗതിയാണ് 1990-ലെ 65-ാം ഭരണഘടന ഭേദഗതി. അതാണ് ഓപ്ഷനിലെ മറ്റൊരു അമെൻമെൻറ്റ്. 69-ാണ് നമ്മുടെ ആൻസർ, ഡൽഹിക്ക് ഇത് പദവി ലഭിക്കുന്നത്. ഓക്കെ, ഇനി 89-ാം ഭരണഘടന ഭേദഗതി 2003 ഉണ്ട്. 2004 കമ്മീഷൻ വരും സെപ്പറേറ്റ് ആയിട്ട്. അതായത് ഇത് SC ആൻഡ് ST ആയിരുന്നു. ഈ 2003-ൽ 89-ാം ഭരണഘടന ഭേദഗതി, ഈ രണ്ട് ഭേദഗതിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷനിലെ മറ്റ് രണ്ട് ഭേദഗതിയും ഇമ്പോർട്ടൻ്റ് ആണ്. 2003-ൽ നിലവിലുണ്ടായിരുന്ന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷനെ രണ്ടാക്കി വിഭജിച്ചു, പ്രത്യേക കമ്മീഷനുകൾ രൂപീകരിച്ചു. മനസ്സിലായല്ലോ, അങ്ങനെ രണ്ടാക്കിയതാണ് 89-ാം ഭരണഘടന ഭേദഗതി. അപ്പോൾ ഈ രണ്ട് ഭേദഗതിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതികളാണ്. അത് മറ്റ് ചോദ്യങ്ങളിൽ ഉത്തരമായി വരുന്നതുമാണ്. 65-ഉം 89 രണ്ടും ഒരേ കാര്യമായി ബന്ധപ്പെട്ട രണ്ട് ഭരണഘടനാ ഭേദഗതികളാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചിരിക്കുക. അതായത് 90-ൽ 65-ാം ഭരണഘടന ഭേദഗതിയിലൂടെ 92-ൽ വന്ന നാഷണൽ കമ്മീഷൻ ഫോർ SC ആൻഡ് ST ആർട്ടിക്കിൾ 338 പ്രകാരമുള്ള അതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നേഷൻ നൽകിയിരിക്കുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ 338-ാം അനുച്ഛേദ പ്രകാരം അതിന് ഭരണഘടന അംഗീകാരം നൽകിയ ഭേദഗതിയാണ് 65-ാം ഭരണഘടന ഭേദഗതി 1990. അപ്പോൾ അത് സിംഗിൾ ആയിരുന്നു, SC STക്ക് ഒരു സിംഗിൾ കമ്മീഷനായിരുന്നു. പിന്നെ 2003-ൽ 89-ാം ഭരണഘടന ഭേദഗതിയിലൂടെ രണ്ടാക്കും. അങ്ങനെ 338A കൂടെ വരും. 338A നാഷണൽ കമ്മീഷൻ ഫോർ ST ആവും. അത് 2004 നിലവിൽ വരും കമ്മീഷനുകൾ. അങ്ങനെ ഇത് രണ്ടാകുന്നതാണ് 89-ാം ഭരണഘടന ഭേദഗതി. ഓക്കെ, അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ നാഷണൽ കമ്മീഷൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് 338, ഞാൻ പറഞ്ഞ ST നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ദേശീയ പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അനുച്ഛേദം 338A. ഇനി 61-ാം ഭരണഘടന ഭേദഗതി ഉണ്ട് മറ്റൊരു ഓപ്ഷനായിട്ട്. അത് നമുക്കറിയാം അല്ലേ, 1988-ലെ എന്താണ് വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി 21 വയസ്സിൽ നിന്ന് 18 വയസ്സായി കുറച്ചു. ഭരണഘടനയിലെ 326 അനുച്ഛേദമാണ് ഭേദഗതി ചെയ്തത്. ആർട്ടിക്കിൾ 326 ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് ദ അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ആർട്ടിക്കിൾ 368. ഇപ്പോൾ റെഫ്രിജറേഷൻ മെക്കാനിക് ഹെൽത്ത് സർവീസ് എന്ന് പറയുന്ന പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്നതാണ്. 368-ാമത്തെ അനുച്ഛേദമാണ് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം. എന്താ ആ ഭേദഗതി പറയുന്നത്? നോട്ട് സ്റ്റാൻഡിങ് എനിത്തിങ് ഇൻ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിൽ എന്തു തന്നെ പറഞ്ഞാലും പാർലമെൻറ്റ് മേ ഇൻ എക്സസൈസ് ഓഫ് ഹിസ് കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ, പാർലമെൻറ്റിന് എന്താണ് അതിൻ്റെ ഭരണഘടന എന്താണ് അധികാരം വിനിയോഗിച്ചുകൊണ്ട് തന്നെ ഭരണഘടനയിൽ എന്തു വേണോ ആഡ് ചെയ്യുകയും അല്ലെങ്കിൽ വേരിയേഷൻ വരുത്തിക്കൊണ്ടോ റിപ്പീൽ റദ്ദ് ചെയ്തുകൊണ്ടോ എന്തോ എന്താണ് പുതിയ പ്രൊവിഷനുകൾ ആഡ് ചെയ്യാം, വേരി ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ റിപ്പീൽ ചെയ്ത് റദ്ദ് ചെയ്തുകൊണ്ടോ പുതിയ പ്രൊവിഷനുകൾ ആഡ് ചെയ്യാം, എടുത്തുകളെ എന്ത് വേണോ ചെയ്യാം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ആർട്ടിക്കിൾ 368. 356 ഉണ്ട് അല്ലേ, മറ്റൊരു ഓപ്ഷനാണല്ലേ, എന്താണ് രാഷ്ട്രപതി ഭരണം. സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് 356, മറ്റൊരു ഓപ്ഷൻ. ഓക്കെ, ആർട്ടിക്കിൾ 36 ഉണ്ട്. അത് DPSBയുടെ ഭാഗമാണ്. DPSB തുടങ്ങുന്ന അല്ലേ പാർട്ട് 4 തുടങ്ങുന്ന ആർട്ടിക്കിളാണ്. 36 to 51 ആണ് പാർട്ട് 4 DPSBയുടെ. ഇതിൽ ആദ്യത്തെ ആർട്ടിക്കിളാണ് 36. വേറൊന്നുമല്ല, ആ DPSBയുടെ ഭാഗത്ത് സ്റ്റേറ്റ് എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രം എന്ന് പറയുന്ന പദപ്രയോഗത്തിന് എന്താണ് അർത്ഥമാക്കുന്നത് അതിൻ്റെ ഡെഫിനിഷനാണ് 36-ൽ. മാർക്സ് ദ ബിഗിനിങ് ഓഫ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് ഡിഫൈൻ ദ ടേം സ്റ്റേറ്റ് ഫോർ ദാറ്റ് പാർട്ട്.
ഭാഗം 4 ആവശ്യത്തിനായി രാഷ്ട്രമെന്ന് പറയുന്ന പദപ്രയോഗത്തിൻ്റെ അല്ലെങ്കിൽ ആ യൂസേജിൻ്റെ ഡെഫിനിഷൻ എന്താണത് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 36. ആർട്ടിക്കിൾ 370 നിങ്ങൾക്കറിയാം, മുന്നേ 2019 വരെ എന്താണ് ജമ്മു ആൻഡ് കശ്മീരിന് സ്പെഷ്യൽ പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത്. അതാണ് മറ്റൊരു ഓപ്ഷൻ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് അമെൻമെൻറ്റ് ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് 86 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 2002, 2002 86 ഭരണഘടന ഭേദഗതി. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഓക്കെ, ഇനി 68 അതിലുള്ള മറ്റ് ഓപ്ഷൻസ് ആണ്. ഓക്കെ, amended Article 356 to extend present rule Punjab for a total period of 5 years due to the prevailing international disturbance in the state. ഇമ്പോർട്ടൻ്റ് അല്ല, മനസ്സിലായല്ലോ. അതായത് പഞ്ചാബിലെ രാഷ്ട്രപതി ഭരണം എക്സ്റ്റെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ അമെൻമെൻ്റാണ്. അതത്ര ഇമ്പോർട്ടൻ്റ് അമെൻമെൻ്റ് അല്ല. ഓപ്ഷനിലുണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രം അത് എന്താണെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർ മാർക്ക് ഇടുക. 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1992 എന്താണ്? പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ റൂറൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്താണ് അതാണ് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത്. അതിന് ഭരണഘടനാ അംഗീകാരം നൽകിയ ഭരണഘടനാ ഭേദഗതിയാണ് 1992 73 ഭരണഘടനാ ഭേദഗതി. അത് പ്രകാരം ഭാഗം 9 ആഡ് ചെയ്യുകയും 11ാമത്തെ ഷെഡ്യൂൾ ആഡ് ചെയ്യുകയും ചെയ്തു. 11ാമത്തെ പട്ടിക പഞ്ചായത്ത് രാജിൻ്റെ 29 ഫങ്ഷണൽ ഐറ്റംസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പുതിയൊരു പട്ടിക 11ാം പട്ടിക ആഡ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അടുത്ത 84 ഭരണഘടനാ ഭേദഗതി 2001 നമുക്ക് ആവശ്യമുള്ളൊരു ഭരണഘടനാ ഭേദഗതിയാണ്. 68 പോലെയല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എക്സ്റ്റെൻഡഡ് ആൻഡ് ഫ്രീസ് ഓൺ ദ റീഅഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സീറ്റ്സ് ഇൻ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോർ അനദർ 25 years. അതായത് 1971 സെൻസസ് പ്രകാരമുള്ള സീറ്റ് നില, മനസ്സിലായല്ലോ, ലോക്സഭയിലെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലെയും സീറ്റ് നില 2026 വരെ എക്സ്റ്റെൻഡ് ചെയ്തു. അടുത്തൊരു 25 വർഷത്തേക്കും കൂടി 2001. അങ്ങനെ 2001 എക്സ്റ്റെൻഡ് ചെയ്ത എവിടെ വെച്ച് ലിമിറ്റ് ചെയ്തിരിക്കുക? 71 സെൻസസ് പ്രകാരമുള്ള സീറ്റ് നില, ആ പോപ്പുലേഷൻ 71 ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ള ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും സീറ്റ് നില എന്ന് പറയുന്നത് വീണ്ടും ഒരു 25 വർഷത്തേക്ക് 2001 എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത്. അത് 2026 വരെയും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഉള്ള ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന അമെൻമെൻ്റാണ് 84th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 2001. അടുത്ത ചോദ്യം. Which one of the article does not require a special majority of legislature of not less than 1/2 of the state by a resolution to that effect passed by those legislatures before bill making provision for such amendment is present to the president for assent? അതായത് കേസിന് ചോദിച്ചൊരു ചോദ്യമാണ്. കുറേ ആർട്ടിക്കിൾ താഴെ തന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഏത് ആർട്ടിക്കിളാണ് പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മെജോറിറ്റി അല്ലേ? Which one of the article does not require a special majority of legislatures of not less than 1/2 of the state by resolution to that effect passed by the laws legislature before bill making provision of such amendments present to the president? അതായത് നമ്മുടെ അമെൻമെൻ്റ് പ്രൊസീജിയറിൽ സ്പെഷ്യൽ മെജോറിറ്റി കൂടാതെ എന്താണ്, ഹാഫ് ഓഫ് ദ സ്റ്റേറ്റിൻ്റെ റെസൊല്യൂഷനും കൂടെ വേണം. അതായത് പകുതി എങ്കിലും സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടെ വേണം. റാറ്റിഫിക്കേഷൻ ഓഫ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്. അങ്ങനെ ഭേദഗതി ചെയ്യപ്പെടേണ്ട ആർട്ടിക്കിൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ പകുതി സംസ്ഥാനങ്ങളുടെ എങ്കിലും അംഗീകാരം, റാറ്റിഫിക്കേഷനും കൂടി വേണ്ട പ്രൊവിഷനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫെഡറൽ സംവിധാനത്തെ ബാധിക്കുന്ന പ്രൊവിഷനുകളാണെങ്കിലേ അതിൻ്റെ ആവശ്യമുള്ളൂ. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ആർട്ടിക്കിൾ 55 നോക്കാം. ആർട്ടിക്കിൾ 55 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. മാനർ ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡൻ്റാണ് ആർട്ടിക്കിൾ 55. അതിന് സ്വാഭാവികമായിട്ട് ഇത് വേണം, ഈ പറഞ്ഞ സാധനം വേണം. അതായത് പാർലമെൻറ്റ് സ്പെഷ്യൽ മെജോറിറ്റി പാസ്സാക്കിയാൽ മാത്രം പോരാ, പകുതി സംസ്ഥാനങ്ങളുടെ റാറ്റിഫിക്കേഷൻ അംഗീകാരം കൂടി വേണം. കാരണം സംസ്ഥാനങ്ങളോട് പങ്കെടുക്കുന്നതാണ് അതിൽ. ഓക്കെ, 169 എന്ന് പറയുന്നത് ക്രിയേഷൻ ആൻഡ് അബോളിഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഇൻ ദ സ്റ്റേറ്റ്. സംസ്ഥാനങ്ങളിൽ നിയമസമിതികൾ രൂപീകരിക്കുന്നതും അല്ലെങ്കിൽ അബോളിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് 169.
മനസ്സിലായല്ലോ. അപ്പോൾ അതിന് ഈ പകുതി ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ഇത് ഉണ്ടാക്കുന്നതാണ് അല്ലേ, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ നിയമസമിതി ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിനെന്തിനാ പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണ്ട? അതാണ് ആൻസർ. ആർട്ടിക്കിൾ 241 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതികളുമായി ബന്ധപ്പെട്ടതാണ്. ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റമാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അങ്ങനെ ഒരു ഭേദഗതി അവിടെ കൊണ്ടുവരണമെങ്കിൽ അതിന് റാറ്റിഫിക്കേഷൻ വേണം പകുതി സ്റ്റേറ്റുകളുടെ. ആർട്ടിക്കിൾ 73 എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ഓഫ് ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് നിർവാഹക അധികാരം വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിനും എന്ത് വേണം? പകുതി സംസ്ഥാനങ്ങളുടെ പാർലമെൻറ്റ് സ്പെഷ്യൽ മെജോറിറ്റി മാത്രം പോരാ, പകുതി സംസ്ഥാനങ്ങളുടെ റാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ അംഗീകാരം വേണം. മനോഹരമായ ചോദ്യമാണ് KS ചോദിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ ചോദ്യമാണ്. കാരണം ഈ ആർട്ടിക്കിളെല്ലാം എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 169 എന്ന് പറയുന്ന ക്രിയേഷൻ ആൻഡ് അബോളിഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഫോർ എ സ്റ്റേറ്റ്, ഇതാണ് നമുക്ക് സംസ്ഥാനങ്ങളിലെ പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മെജോറിറ്റിക്കോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളിലെ റാറ്റിഫിക്കേഷൻ വേണ്ടാത്തത്. ഓക്കെ, നമുക്ക് നോക്കാം. ഉത്തരം ബി. Under Article 368, most amendments that affect the federal structure of the country require a special majority in the parliament plus ratification by at least half of the state legislatures. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫെഡറൽ ഫീച്ചേഴ്സിനെ, ഫെഡറൽ സവിശേഷതകളെ ബാധിക്കുന്ന എന്ത് തന്നെ അമെൻമെൻ്റ് ആയാലും ആർട്ടിക്കിൾ 368 പ്രകാരം പാർലമെൻറ്റിൽ സ്പെഷ്യൽ മെജോറിറ്റി മാത്രം പോരാ, അതിനോടൊപ്പം തന്നെ പകുതിയെങ്കിലും സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടി വേണം. സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണ മണ്ഡലങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രമേയം പാസ്സാക്കിക്കൊണ്ട് അത് അംഗീകരിക്കുകയും വേണം. However, 169, which deals with the abolition or creation of legislative council in states, can be amended by a simple majority and is not even considered a formal amendment under Article 368. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ 169 പ്രകാരമുള്ള അമെൻമെൻ്റ് എന്ന് പറയുന്നത് 368 അമെൻമെൻ്റായിട്ട് പോലും കൂട്ടത്തില്ല. കാരണം അതിന് പാർലമെൻറ്റിൻ്റെ സിമ്പിൾ മെജോറിറ്റിയിലുള്ളൊരു നിയമം പാസ്സാക്കിയാൽ മതി. അത് 368 പെടുന്ന ഒരു ഭേദഗതിയായിട്ട് പോലും കൂട്ടത്തില്ല എന്നാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ആർട്ടിക്കിൾ 55, മാനർ ഓഫ് ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് അഫക്ട്സ് ബോത്ത് ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്. യൂണിയൻ സ്റ്റേറ്റിനെയും ബാധിക്കുന്നതാണ്, ഫെഡറൽ ഫീച്ചറിനെ ബാധിക്കുന്നതാണ് അല്ലേ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഈ പറഞ്ഞ സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് റാറ്റിഫിക്കേഷനോ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് വേണം. മനസ്സിലാകും. 169 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 368 പറഞ്ഞിരിക്കുന്ന ഭേദഗതി പോലും വേണ്ട. പാർലമെൻറ്റിൻ്റെ ഒരു സാധാരണ നിയമം പാസ്സാക്കുന്ന പോലെ ഒരു നിയമം പാസ്സാക്കിയാൽ മതി. ആർട്ടിക്കിൾ 73, എക്സ്റ്റെൻഡ് ഓഫ് ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യൂണിയൻ്റെ നിർവാഹക അധികാരം വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അത് യൂണിയൻ്റെ നിർവാഹക അധികാരം വിപുലീകരിക്കുന്നതാണ്, അത് സംസ്ഥാനങ്ങളെയും ബാധിക്കുന്നതാണ്. ഹൈക്കോർട്ട് ഓഫ് ദ യൂണിയൻ ടെറിട്ടറീസ്. യൂണിയൻ ടെറിട്ടറികളുടെ ഹൈക്കോടതികളാണ് 241 പറയുന്നത്. 240 യൂണിയൻ ടെറിട്ടറികൾ അല്ലേ. അപ്പോൾ അതിനും എന്ത് വേണം? ഈ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റിൻ്റെ റാറ്റിഫിക്കേഷൻ വേണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10, ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട് 2020 ചോദിച്ചിരിക്കുന്ന 10 ചോദ്യങ്ങളെ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട് 2020 മുഴുവൻ ചോദ്യപേപ്പറുകളിലുമായി ചോദിച്ചിട്ടുള്ളൂ. അവസാനത്തെ ക്വസ്റ്റ്യൻ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട്. ഇത് സെയിം തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ്റെ അതേ പാറ്റേണിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. അമെൻമെൻറ്റ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഓർ ചാപ്റ്റേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ റിക്വയർ റാറ്റിഫിക്കേഷൻ ബൈ മോർ ദാൻ വൺ ഓഫ് ദ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്. പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ റാറ്റിഫിക്കേഷൻ വേണ്ട താഴെ പറയുന്ന എന്തൊക്കെ ഭേദഗതി ചെയ്യാൻ വേണം? ഓക്കെ, റിക്വയർ റാറ്റിഫിക്കേഷൻ ഏതിനൊക്കെ വേണം? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വേണോ വേണ്ടയോ എന്നുള്ളതാണ്. വേണ്ട, സംസ്ഥാനങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാനായിട്ട് കാരണം അതൊരു ഫെഡറൽ ഫീച്ചറിനെ ബാധിക്കുന്ന ഒന്നല്ല. മനസ്സിലായല്ലോ. അപ്പോൾ അതിന് എന്ത് വേണ്ട? സംസ്ഥാനങ്ങളുടെ റാറ്റിഫിക്കേഷൻ ഒന്നും വേണ്ട. പാർലമെൻറ്റിൽ സ്പെഷ്യൽ മെജോറിറ്റി വെച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, യൂണിയൻ ജുഡീഷ്യറി അത് സംസ്ഥാനങ്ങളെ ബാധിക്കുന്നതാണ്. മനസ്സിലായല്ലോ. യൂണിയൻ്റെ നീതിന്യായ മണ്ഡലം എന്ന് പറയുന്നത് നമുക്കൊരു ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി സിസ്റ്റമാണ്, ഏകീകൃത നീതിന്യായ സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സംസ്ഥാനങ്ങളുടെ ഫെഡറൽ സംവിധാനത്തെ ബാധിക്കുന്നതാണ്, സ്റ്റേറ്റ് ജുഡീഷ്യറിയാണ് ബാധിക്കുന്നതാണ്. മനസ്സിലായില്ലേ? സബോർഡിനേറ്റ് കോർട്സ്, അതായത് സംസ്ഥാന തലത്തിലുള്ള ജില്ലാ കോടതികൾ, അതിൽ താഴെത്തട്ടില്ല ജില്ലാ കോടതിക്കും താഴെയിലുള്ള കോടതികളാണെങ്കിൽ മനസ്സിലായില്ലേ, സ്റ്റേറ്റ് ജുഡീഷ്യറിയിൽ കഴിഞ്ഞാൽ പിന്നെ താഴെ സബോർഡിനേറ്റ് കോർട്സ് ഉണ്ട്, ജില്ലാ കോടതികളുണ്ട്. ഹൈക്കോടതി കഴിഞ്ഞാൽ ജില്ലാ കോടതിയുണ്ട്, ജില്ലാ കോടതികൾക്ക് താഴെ ഓരോ മജിസ്ട്രേറ്റ് കോടതികളുണ്ട്. ഈ കോടതികളൊക്കെ സബോർഡിനേറ്റ് കോർട്സിൽ പെടുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അമെൻമെൻറ്റിന് പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ റാറ്റിഫിക്കേഷൻ വേണോ? വേണ്ട. മനസ്സിലായല്ലോ. അപ്പോൾ 2 and 3 ആണ് ആൻസർ. സി ആണ്.
പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ്. അമെൻമെന്റ് ടു ഫണ്ടമെന്റൽ റൈറ്റ്സ് റിക്വയർ എ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റിയിൽ അത് അമെൻഡ് ചെയ്യാൻ പറ്റും. അതിനെന്ത് വേണ്ട? ഡു നോട്ട് റിക്വയർ റാറ്റിഫിക്കേഷൻ ബൈ ദ സ്റ്റേറ്റ്. ചാപ്റ്റർ 4 ഓഫ് പാർട്ട് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ജുഡീഷ്യറി സുപ്രീം കോർട്ട്. ദീസ് കൺസേൺ ദ ഫെഡറൽ സ്ട്രക്ചർ ആൻഡ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 368. അമെൻമെന്റ് ടു ദിസ് ചാപ്റ്റർ റിക്വയർ റാറ്റിഫിക്കേഷൻ. അല്ലേ, യൂണിയൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരു ഫെഡറൽ ഫീച്ചറാണ്. അത് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെന്താണ് റാറ്റിഫിക്കേഷൻ ബൈ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്സ് വേണം. അതുപോലെ ചാപ്റ്റർ 5 ഓഫ് പാർട്ട് 6 എന്ന് പറഞ്ഞാൽ പാർട്ട് 6 ചാപ്റ്റർ 5, ഇത് പാർട്ട് 5 ചാപ്റ്റർ 4. ഇത് സ്റ്റേറ്റ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ഹൈക്കോർട്ട്സ്. സിമിലർലി ഹൈക്കോടതി ആർ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ദ ഫെഡറൽ ജുഡീഷ്യൽ സെറ്റപ്പ്. അല്ലെ, ഹൈക്കോടതി എന്ന് പറയുന്നത് ഒരു ഫെഡറൽ ജുഡീഷ്യൽ സെറ്റപ്പിൽ ഒരു ക്രൂഷ്യൽ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അമെൻമെൻറ്റ്, ആ ആർട്ടിക്കിളിൻ്റെ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ ഭാഗത്തിൻ്റെ അമെൻമെൻറ്റ്, ആ ചാപ്റ്ററിൻ്റെ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട് എന്ത് വേണം? ഹാഫ് ഓഫ് ദ സ്റ്റേറ്റിൻ്റെ റാറ്റിഫിക്കേഷൻ കൂടി വേണം. ഓക്കെ. Chapter 6 of Part 6, Subordinate Courts. The subordinate courts are generally within the legislative domain of the states and are not explicitly listed in Article 368. അല്ലേ, ഇത് സബോർഡിനേറ്റ് കോർട്സ് പറഞ്ഞാൽ ആ സ്റ്റേറ്റിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് പാർട്ടാണ്. മനസ്സിലായല്ലോ. അതുകൊണ്ട് പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ റാറ്റിഫിക്കേഷൻ്റെ ആവശ്യമൊന്നും അതിനില്ല സബോർഡിനേറ്റ് കോർട്സിന്. മനസ്സിലായല്ലോ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ are not explicitly listed in Article 368 as requiring state ratification for constitutional amendment. ആർട്ടിക്കിൾ 368 ഈ ഒരു ഭാഗം, സബോർഡിനേറ്റ് കോർട്സിൻ്റെ ഭാഗം, ഈ പകുതിയെങ്കിലും സംസ്ഥാനങ്ങളുടെ അംഗീകാരം അല്ലെങ്കിൽ റാറ്റിഫിക്കേഷൻ വേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല ഈ സബോർഡിനേറ്റ് കോർട്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ആർട്ടിക്കിൾ 368 നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ഏതൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നുള്ളത്. അത് നമ്മൾ കൃത്യമായിട്ട് നോക്കി വെച്ചിരിക്കണം. കാരണം അത് വലിയ പരീക്ഷകൾ കയറി ചോദിക്കും. ഓക്കെ. അപ്പോൾ ഇതിൽ ആൻസർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ യൂണിയൻ ജുഡീഷ്യറിയും സ്റ്റേറ്റ് ജുഡീഷ്യറിയും മാത്രമേ ഉള്ളൂ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒന്നും അതിന് ആവശ്യമില്ല. സബോർഡിനേറ്റ് കോർട്സിനൊന്നും അതിൻ്റെ ആവശ്യമില്ല. റാറ്റിഫിക്കേഷൻ ഫെഡറൽ ഫീച്ചറിനെ ബാധിക്കുന്നതിന് മാത്രമേ ഈ സ്പെഷ്യൽ മെജോറിറ്റിയോടൊപ്പം തന്നെ പകുതി സംസ്ഥാനങ്ങളുടെ എങ്കിലും അംഗീകാരം ആവശ്യമായിട്ട് ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2020 അമെൻമെൻറ്റ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു എപ്പിസോഡും കൂടി ആകുമ്പോൾ 2020 മുഴുവൻ ചോദ്യങ്ങളുമാകും. അടുത്ത 14ാമത്തെ എപ്പിസോഡോടുകൂടി 2020 കേരള PSC വിവിധ പരീക്ഷകളിലായിട്ട്, അതായത് കേരള PSC എന്തൊക്കെ പരീക്ഷ നടത്തിയിട്ടുണ്ടോ അതിലെല്ലാം ഭരണഘടനയുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു എപ്പിസോഡ് കൂടി 2020 കഴിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ 2021 കിടക്കും. 14ാമത്തെ എപ്പിസോഡ് കൊണ്ട് 2020 കഴിയും. പിന്നെ 21 നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത 14ാമത്തെ എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി.